നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്, കാട്ടാക്കട, നേമം എന്നീ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായ വികസന വിശേഷങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ പ്രധാന മണ്ഡലങ്ങളിൽ ഒന്നാണ് ജില്ലയിലെ ഹൃദയഭാഗത്തുള്ള വട്ടിയൂർക്കാവ്. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയ സ്കൂളുകൾ, ആരോഗ്യരംഗത്ത് ഒരുക്കിയിട്ടുള്ള കൂടുതൽ സൗകര്യങ്ങൾ, ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച റോഡ് വികസന പദ്ധതികൾ, കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായുള്ള പദ്ധതികൾ, മികച്ചതായി തയ്യാറാക്കിയ നഗര സൗന്ദര്യവൽക്കരണം, പുതിയ പാർക്കുകൾ, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഒരുക്കിയ കെ-ഫോൺ പദ്ധതികൾ, ഇങ്ങനെ വികസനങ്ങളുടെ തുടർ പ്രക്രിയയായി വട്ടിയൂർക്കാവ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ MLA VK പ്രശാന്തിന്റെ വാക്കുകളിലൂടെ കേൾക്കാം. നമ്മളൊരു കൃത്യമായി മണ്ഡലം വികസന സെമിനാറുകൾ, ഞാൻ 4 സെമിനാറുകൾ സംഘടിപ്പിച്ചു. ഈ സെമിനാറുകളിലും മറ്റും ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഓരോ വികസന പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ റോഡുകൾ തകർന്നു കിടക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരാതി. നമ്മളിപ്പോൾ ഏതാണ്ട് 2025 അവസാനമാകുമ്പോഴേക്കും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ 100% PWD റോഡുകളും BMBC ആവും. BMBC നിലവാരത്തിൽ നവീകരിക്കും. ഇപ്പോൾ കുലശേഖരം പാലം പോലുള്ളവ യാഥാർത്ഥ്യമാക്കി. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിൻ്റെ സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ച് ഇപ്പോൾ അവിടെ വീതി കൂട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കാൻ വേണ്ടി കഴിയും. പേരൂർക്കടയിലെ മേൽപ്പാലം സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചു. ഇങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന നിരവധി വികസന പരിപാടികൾ ഏതാണ്ട് 1800 കോടി രൂപ. ഞാൻ ഈ 1800 എന്ന് പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി കളിയാക്കിക്കൊണ്ട് ബോർഡ് വെച്ചു. 1800 വികസനം നടത്താൻ ഇദ്ദേഹം അംബാനിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ബോർഡ് വയ്ക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അത്രയും വരികയാണ്. കാരണം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം മാത്രം ഏതാണ്ട് 820 കോടി രൂപ ചെലവിടുകയാണ്. പേരൂർക്കടയിലെ മേൽപ്പാലം 107 കോടി രൂപയാണ്. നമ്മുടെ ജനറൽ ആശുപത്രിയിലെ മാസ്റ്റർ പ്ലാൻ 137 കോടി രൂപയാണ്. നമ്മുടെ പേരൂർക്കട മാനസിക ചികിത്സാ കേന്ദ്രത്തിന് പുതിയ മാസ്റ്റർ പ്ലാൻ അനുവദിച്ചു 94 കോടി രൂപയാണ്. ഇങ്ങനെ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന തുകയിലേക്ക് എത്തും. റോഡുകളുടെയും ഇറിഗേഷൻ വകുപ്പിൻ്റെയും മറ്റ് പദ്ധതികളുടെയും തുകയുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ നിലയിൽ നമ്മുടെ മണ്ഡലത്തിനകത്ത് 26 കോർപ്പറേഷൻ വാർഡാണ്. എല്ലാ വാർഡുകളിലും വികസനം ഉറപ്പാക്കിയിട്ടുണ്ട്. റോഡുകളുടെ കാര്യത്തിൽ ഒരു ഭേദപ്പെട്ട നിലയിൽ കോർപ്പറേഷൻ റോഡുകളടക്കം മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. വെള്ളപ്പൊക്ക ഭീഷണി ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അത് പരമാവധി ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടിവെള്ളം പല മേഖലകൾ, നഗരമായിട്ട് പോലും പല സ്ഥലത്തും വെള്ളമില്ലായിരുന്നു. ആ പ്രശ്നം കവടിയാറും ശാസ്തമംഗലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അപ്പോൾ ഈ നിലയിൽ വട്ടിയൂർക്കാവിലെ റോഡുകളുടെ വികസനം പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ്. സ്ഥാപനങ്ങളുടെ വികസനം, അങ്ങനെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം എന്തെങ്കിലും ഒരു അടയാളം നടത്താൻ വേണ്ടി കഴിയും. ഈ വട്ടിയൂർക്കാവ് വികസനത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ VK പ്രശാന്ത് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആ സമയത്ത് ആ ഘട്ടത്തിലൊരു 1.5 വർഷത്തിനകത്തുള്ള ഒരു സമയമാണ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൊതു തെരഞ്ഞെടുപ്പിൽ ഇപ്പം 4.5 വർഷം പിന്നിട്ടിരിക്കുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഈ മണ്ഡലത്തിലെ റോഡുകളുടെ അവസ്ഥയാണ് വളരെ പരിതാപകരമായിരുന്നത്. ഏതാണ്ട് 280 റോഡുകൾ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അപ്പം റോഡുകളുടെ അവസ്ഥയാണ് ആ ഘട്ടത്തിൽ വളരെ ദയനീയമായിരുന്നത്. ഈ 90% റോഡുകളും PWD റോഡുകളും ഈ പറഞ്ഞാൽ 280 റോഡിൽ അത് BMBC നിലവാരത്തിൽ അത് നവീകരിച്ചിട്ടുണ്ട്. പിന്നെ വട്ടിയൂർക്കാവിൻ്റെ വികസനത്തിനെ സംബന്ധിച്ചെന്ന് പറയുമ്പം അത് കിഫ്ബി ഫണ്ടാണ്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് വികസനവും അനുബന്ധ റോഡുകളുടെ അത് എത്രയോ കാലം കൊണ്ട് ഒരു 50 വർഷക്കാലമായിട്ട് വട്ടിയൂർക്കാവ് നിവാസികൾ ആഗ്രഹിച്ചിട്ടിരുന്ന ഒരു വികസനമാണ്. അപ്പം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ അനുബന്ധ റോഡുകളുടെ വികസനം സാക്ഷാത്കരിക്കാൻ പറ്റി. കാരണം എന്ന് പറഞ്ഞാൽ വികസനത്തിനോടനുബന്ധിച്ചുള്ള സ്ഥലമെടുപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഈ റോഡിൻ്റെ ഉദ്ഘാടനം 2026 ഫെബ്രുവരി 22 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുക.
അപ്പോൾ ഈ ജംഗ്ഷൻ വികസനവും പിന്നെ അനുബന്ധ റോഡെന്ന് പറയുമ്പം തന്നെ ഈ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ജനങ്ങളുടെ തന്നെ ഒരു കഴിഞ്ഞ എത്രയോ ഒരു 50 വർഷക്കാലത്ത് ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അപ്പോൾ അത് തുടങ്ങി വയ്ക്കാൻ കഴിഞ്ഞു. അതൊക്കെ തന്നെ VK പ്രശാന്തൻ്റെ ഒരു വലിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ കുലശേഖരം പാലം കാട്ടാക്കടയായിട്ട് ബന്ധിപ്പിക്കുന്നത്. പിന്നെ അതൊക്കെ എത്രയോ വർഷങ്ങൾ കൊണ്ട് 2 പ്രദേശം തന്നെ 2ആയിട്ട് കിടന്നതാണ്. അതിൻ്റെ വട്ടിയൂർക്കാവ് ഹൈസ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അതെല്ലാം കിഫ്ബി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് ആ സ്കൂളിലോട്ട് പോകുന്ന റോഡ് ഒരു ചെറിയൊരു ഇട റോഡായിരുന്നു. അതും സ്ഥലമെടുത്ത് ആ റോഡും വീതി കൂട്ടാനുള്ള പിന്നെ വട്ടിയൂർക്കാവ് കിഫ്ബി ഫണ്ടിൽ തന്നെയാണ് വട്ടിയൂർക്കാവിൻ്റെ വില്ലേജ് ഓഫീസിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അതും ഈ ഫെബ്രുവരിയിൽ തന്നെ ഉണ്ടാകും. അത് നടത്തിയിട്ടുണ്ട്. പിന്നെ പട്ടം മേൽപ്പാലം, പേരൂർക്കട മേൽപ്പാലം, നിരവധിയായിട്ടുള്ള അതായത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പിന്നെ LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമഗ്രമായ വികസനങ്ങൾ 140 മണ്ഡലത്തിൽ നടത്തുന്നതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസനത്തിനെ സംബന്ധിച്ച് ഈ 140 മണ്ഡലത്തിലും പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ വികസനത്തിൻ്റെ ഒരു തേരോട്ടം തന്നെയെന്ന് പറയാം. ഒരു വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു MLA എന്നുള്ള ഒരു പേര് ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വികസനം ഈ ഞാൻ പറഞ്ഞില്ലേ ഈ സ്കൂളുകളുടെ ആയാലും റോഡുകളുടെ ആയാലും ആ റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 90% BMBC നിലവാരത്തിലാണ് പൂർത്തി. ചെറിയ ഈ പിന്നെ ചെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ അളവുണ്ടല്ലോ 42 അടി എന്നുള്ള ആ അളവിലുള്ള റോഡുകൾ വരെ എല്ലാം ഇപ്പോൾ ഈ ചെറിയ ഈ ഇപ്പോൾ കൊടുങ്ങാനൂർ പോളിടെക്നിക് റോഡ് ഇതെല്ലാം പുതിയ റോഡുകളെല്ലാം BMBC നിലവാരത്തിലാണ്. സ്കൂളുകളുടെ ഇപ്പോൾ മഞ്ചമ്പാറ സ്കൂൾ ഇവിടെ ഒരു ചെറിയൊരു സ്കൂളാണ്, പ്രാദേശികമായിട്ട് സാധാരണപ്പെട്ട കുട്ടികൾ പഠിക്കുന്നതാണ്. അത് MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ കെട്ടിടം പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ സർക്കാർ നടത്തിയിട്ടുള്ള മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിയിട്ടുണ്ട്. ആ കെട്ടിടത്തിന് MLA ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വട്ടിയൂർക്കാവ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹൈസ്കൂള്, വില്ലേജ് ഓഫീസ്, വട്ടിയൂർക്കാവിൻ്റെ വികസനം, പേരൂർക്കട മേൽപ്പാലം, പട്ടം മേൽപ്പാലം, ജനറൽ ആശുപത്രിക്ക് 137 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മാസ്റ്റർ പ്ലാന് തയ്യാറാക്കി അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പിന്നെ അതിൻ്റെ ടെൻഡർ നടപടി തുടങ്ങാനുള്ള ഘട്ടം. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം ഇങ്ങനെയായിട്ടുള്ള നിരവധി വട്ടിയൂർക്കാവ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ബഡ്ജറ്റിൽ പിന്നെ നീക്കി വയ്ക്കുന്ന തുകയ്ക്കപ്പുറത്ത് കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള പദ്ധതികളിൽ വലിയ തോതിലുള്ള വികസനം ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ VK പ്രശാന്തിൻ്റെ സമയത്ത് ആദ്യത്തെ 1 വർഷത്തിനും കുറച്ച് മാസവും അതുപോലെ ഈ പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷമുള്ള ഈ 4.5 വർഷത്തിന് ശേഷമുള്ള സമയങ്ങളിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ വട്ടിയൂർക്കാവ് വികസനം വലിയ കീറാമുട്ടിയായിരുന്നു. കാരണം ഈ ജംഗ്ഷൻ വികസനം തന്നെ ഒരു കാലത്തും നടക്കാത്തൊരു കാര്യമായിരുന്നു. എത്രയോ കാലം കൊണ്ട് മാറി വന്നിട്ടുള്ള സർക്കാരുകളും MLA-മാരും ഈ ജംഗ്ഷൻ വികസനത്തിൽ തൊടാതെ അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും തലയിൽ വെച്ചിട്ട്, കാരണം അത് വലിയ തോതിലൊരു റിസ്ക്കുള്ളൊരു വിഷയമായിരുന്നു ജംഗ്ഷൻ എടുക്കുന്നതിനെ സംബന്ധിച്ച്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൻ്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് VK പ്രശാന്ത് അവർ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനങ്ങളിൽ ഒരു പ്രധാനമാണ് വട്ടിയൂർക്കാവിൻ്റെ വികസനം ഏറ്റെടുക്കുന്നുള്ള. മണ്ഡലത്തിലെ പൊതുകാര്യം ചർച്ച ചെയ്യുമ്പം വട്ടിയൂർക്കാവ് വികസനം തന്നെ നമുക്ക് എടുത്തു പറയത്തക്ക ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് കേരളം ഒട്ടുക്കും, തിരുവനന്തപുരം മാത്രമല്ല കേരളം ഒട്ടുക്കും നമുക്ക് ചർച്ചപ്പെടേണ്ട ഒരു കാര്യമാണ്. കാര്യം വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയിലെ പ്രധാന ഒരു പ്രദേശമാണ്. എത്രയോ സ്കൂളുകൾ, കോളേജുകൾ, ISRO, എത്രയോ സ്ഥാപനങ്ങൾ, CRTC, അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇവിടുത്തെ ഈ ട്രാഫിക് ജാമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനൊരു വലിയൊരു പരിഹാരം ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള യാത്ര തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടാക്കട നിയോജക മണ്ഡലത്തിലൂടെയാണ്. കഴിഞ്ഞ 10 വർഷമായി കാട്ടാക്കടയുടെ വികസന രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതുകയാണ്. ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പ്രധാന വികസന പദ്ധതികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ഹരി പറയുന്നത് നമുക്ക് കേൾക്കാം.
കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അതിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് വരുന്ന 1-2 വികസന പ്രവർത്തനങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായും ഒന്ന് കിള്ളി EMS അക്കാഡമി റോഡ് 17 കോടി രൂപ വിനിയോഗിച്ചാണ് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. അതുപോലെ പൊട്ടൻകാവ് നെല്ലിക്കാട് തിരളിക്കുഴി റോഡിൻ്റെ നവീകരണം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 18 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളും നടന്നു വരുന്നത്. അതുപോലെ പഞ്ചായത്തിൻ്റെ തന്നെ ഒരു LP സ്കൂൾ കുരുതങ്കോട് LP സ്കൂളിന് 1,30,00,000 രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ബഹുനില മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാവൂർ കാട്ടാക്കട പഞ്ചായത്തിൻ്റെ പ്ലാവൂർ ഹൈസ്കൂളിൻ്റെ 3 കോടി രൂപയുടെ ഒരു കെട്ടിടവും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത്. മണ്ഡലത്തിൽ നിരവധി പ്രദേശങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിലെ നിരവധിയായ വികസനങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് IV സതീഷിലൂടെ നമ്മുടെ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ നിരവധിയായ പദ്ധതികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായി കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പൂവിട വാട്ടർ ടാങ്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി റോഡുകൾ BMBC നിലവാരത്തിൽ ടാർ ചെയ്യുന്നതിന് നമ്മുടെ മണ്ഡലത്തിലും ഈ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലും കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബിയുടെയും ബഡ്ജറ്റിൻ്റെയും നിരവധി പദ്ധതികളിലൂടെ നിരവധിയായ റോഡുകൾ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ പ്രാവിച്ചമ്പലം ഊരുട്ടമ്പലം റോഡ്, നമ്മുടെ നരുവാമൂട് മുക്കമ്പാലമൂട് താന്നിമല റോഡ്, അതുപോലെ മൂക്കുന്നിമല അരിക്കടമുക്ക് റോഡ്, പാമാങ്കോട് റോഡ്, എല്ലാ റോഡുകളും നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും BMBC നിലവാരത്തിലേക്ക് വന്ന ഒരു മണ്ഡലം കാട്ടാക്കടയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനക്ഷേമ പദ്ധതികളുമായി മുമ്പോട്ട് പോകുന്ന ഒരു പഞ്ചായത്താണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഒരു FHSC അതായത് ഫാമിലി ഹെൽത്ത് സെൻറ്റർ നിലവിലുണ്ട്. അവിടെ സാധാരണക്കാർക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒരു ഗ്രാമവണ്ടി എന്ന ആശയം മുമ്പോട്ട് വയ്ക്കുകയും അതിലൂടെ നിരവധി ആൾക്കാർ അവിടെ നേരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 100-ന് താഴെ OP ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാലിപ്പോൾ അത് ഏകദേശം 250-300-നും അടുത്ത് OP എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ജനങ്ങളിടയിലേക്ക് LDF ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് LDF മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വികസന ജാഥ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ മണ്ഡലത്തിലെ വികസനങ്ങളുടെ എല്ലാം തന്നെ നേരിട്ട് കാണാൻ കഴിയും. നമ്മുടെ MLA സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് ഏത് ഫണ്ട് കൊണ്ടുവരാം എന്നുള്ള തരത്തിലേക്കുള്ളൊരു പ്രവർത്തനമാണ് MLAയുടെ ഭാഗത്തുനിന്നുണ്ടാകും. MLAയുടെ തനതായ പദ്ധതികളായ ജലസമൃദ്ധി, കൂട്ട്, അങ്ങനെ നിരവധിയായ ഒപ്പം, അങ്ങനെ ജലസമൃദ്ധി, കാർഷിക സമൃദ്ധി, അങ്ങനെ നിരവധിയായ പദ്ധതികൾ സ്വന്തമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു മണ്ഡലം കൂടെയാണ്. ആ പദ്ധതികളെല്ലാം ഇന്ന് പല മണ്ഡലങ്ങളിലേക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ്. ഏറ്റവും കഴിവുള്ള നമ്മുടെ എല്ലാവരുടെയും അഹങ്കാരമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ MLA പ്രിയപ്പെട്ട IV സതീഷ്. ഇത്രയും വളരെ 5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് മണ്ഡലത്തിലെ വിവിധ വികസന പരിപാടികളുമായി അദ്ദേഹം മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ടാവും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ പല വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന മറ്റൊരു വിഷയം നമ്മുടെ ചാട്ടുമുക്ക് 1-ാം വാർഡ് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡിലെ ഒരു വലിയ വിഷയമുണ്ടായിരുന്നു. അവിടുത്തെ നടവഴി, അവിടുത്തെ മിലിറ്ററി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിനൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് ഇപ്പോൾ അതുവഴി ഏകദേശം നടന്നു പോകുന്നതിനുള്ള വഴി അവർ വിട്ടുകൊടുക്കുന്നതിനും ഇതിനൊക്കെ വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട MLA ആണ് എന്നുള്ളത് കൂടെ നമ്മൾ ഇത് കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ നമ്മുടെ പൂക്കൾ നമ്മുടെ ഓണം എന്ന പദ്ധതി MLA ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അത് വളരെ വിജയകരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിൽ നിന്ന് പൂ കൊണ്ടുവന്ന് നമ്മൾ അത്തമിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി അതിന് യാതൊരു കുറവും വരാതെ നമ്മുടെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലും നേമം ബ്ലോക്കിലുമൊക്കെ ഏക്കർ കണക്കിന്, എനിക്ക് തോന്നുന്നു ഏകദേശം 100 ഏക്കറിന് അധികം പൂക്കൃഷി നടപ്പിലാക്കിയ ഒരു മണ്ഡലമാണ്.
അതും നമ്മുടെ സംസ്ഥാനം ഒട്ടുക്ക് അത് വ്യാപിപ്പിക്കുകയും അത് നിർബന്ധിത പദ്ധതികളിലൊന്നാക്കി സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏകദേശം 25 ഏക്കറിന് മുകളിലാണ് ഭൂകൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷി നടത്തുകയും അതേ തുടർന്ന് കാർഷിക സമൃദ്ധിയിലേക്ക് പോകണം എന്നുള്ള ഒരു ആശയവുമായി ബന്ധപ്പെട്ട് ഈ ഭൂകൃഷി നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും പച്ചക്കറി കൃഷി കൂടെ നടത്തുകയും അതിന് മുന്നോടിയായി അടുത്ത് നമ്മൾ വേനൽക്കാലം എത്തിയപ്പോഴത്തേക്ക് തണ്ണിമത്തൻ കൃഷിയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വളരെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് PMKSYയുടെ പ്രവർത്തനങ്ങളുമായി ഈ നമ്മളെ ജലസമൃദ്ധിയുമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ടുള്ള നിരവധി ചെക്ക് ഡാമുകൾ, നിരവധി സൈഡ് വാളുകൾ കെട്ടി നിർമ്മിക്കുക, അങ്ങനെയുള്ള വേറിട്ട പദ്ധതികൾ, മറ്റ് മണ്ഡലങ്ങളിൽ കാണാത്ത പലതരം പദ്ധതികളാണ് നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ ഇന്ന് മെച്ചപ്പെട്ട തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ 4 സ്കൂളുകൾ, നമുക്കത് പൂങ്കോട് LP സ്കൂള്, നമുക്ക് താന്നിവിള കുഴിവിള LP സ്കൂള്, അതുപോലെ ഭഗവതിയുടെ സ്കൂള് എന്നീ എല്ലാ സ്കൂളുകളിലും കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ബഹുനില കെട്ടിടങ്ങളും അതുപോലെ വർണ്ണക്കൂടാരങ്ങളും നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ അംഗൻവാടികൾ, നിരവധിയായ അംഗൻവാടികൾക്ക് MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിക്കുകയും 25 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് പല അംഗൻവാടികളുടെ കെട്ടിടങ്ങൾ ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വലിയ പ്രവർത്തനമാണ് ഈ അടുത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത മലയങ്കീഴ് താലൂക്ക് ആശുപത്രി. മലയങ്കീഴ് താലൂക്ക് ആശുപത്രിയുടെ വികസനം നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വെല്ലുന്ന തരത്തിലേക്കുള്ള 2 ലിഫ്റ്റുകളുള്ള അത്യാധുനിക സൗകര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വികസനമാണ് നമുക്ക് മലയങ്കീഴ് കാണാൻ കഴിയുന്നത്. താലൂക്ക് ആസ്ഥാനം എന്ന നിലയ്ക്ക് മലയങ്കീഴ് അത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നേമം ബ്ലോക്കിൻ്റെ കീഴിൽ വരുന്ന ഒരു ആശുപത്രി എന്ന നിലയ്ക്ക് നമുക്ക് നേമം ബ്ലോക്കിനും വളരെ അഹങ്കാരം തോന്നുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കിഫ്ബിയിലൂടെ ഏകദേശം 23 കോടി രൂപയിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ട് ആശുപത്രി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ട് നമുക്ക് അപ്രാപ്യമെന്ന് കരുതിയിരുന്ന ആ ഡയാലിസിസ് നമ്മളെ വീട്ടിൻ്റെ അടുത്തെത്തുകയാണ്. നമ്മുടെ ആശുപത്രി, അതായത് മണിയറവിള മലയങ്കീഴ് ആശുപത്രി, താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സൗകര്യം ഒരുക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ പുതിയ ബ്ലോക്കിലും കൂടുതൽ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും എന്നാണ് MLAയും ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ അറിയിച്ചിരിക്കുന്നത്. പുതിയ ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിൽ രഹിതർക്ക് തൊഴിൽ നൽകുന്ന തരത്തിലേക്കും കൂടെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള യാത്ര നേമം മണ്ഡലത്തിലൂടെയാണ്. ചരിത്രവും പാരമ്പര്യവും ആധുനികതയും സംഗമിക്കുന്ന നേമം മണ്ഡലം കേരളത്തിന്റെ വികസന കുതിപ്പിന്റെ മികച്ച ഉദാഹരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, സാംസ്കാരികം, ടൂറിസം തുടങ്ങിയ എല്ലാ മേഖലയിലും നേമം അതിവേഗം മുന്നോട്ട് പോയിട്ടുണ്ട്. മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകൾ വഴി ബൃഹത്തായ പദ്ധതികളാണ് നടത്തിവരുന്നത്. അവ ഓരോന്നും നേമം മണ്ഡലത്തിന്റെ മുന്നോട്ടുള്ള വികസന കുതിപ്പിനായുള്ളതാണ്. മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാം. നേമം മണ്ഡലത്തിൽ നമുക്കറിയാം, ഏകദേശം 900 കോടിക്ക് മേളിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ MLA മന്ത്രിയുമായ സഖാവ് V. ശിവൻകുട്ടി സഖാവിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ വാഴമുട്ടം സ്കൂള്. ഏകദേശം 13 കോടി 30 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഞാനൊക്കെ പഠിച്ചിരുന്ന ഒരു സ്കൂളാണ്. പക്ഷേ അന്ന് നമുക്ക് ഇരിക്കാൻ ഒരു ബെഞ്ച് പോലും ഇല്ലായിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളടക്കം ഡിജിറ്റൽ സംവിധാനത്തോടു കൂടിയുള്ള സ്കൂളാണ് നമ്മുടെ ഈ വാഴമുട്ടത്ത് LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെ നേതൃത്വത്തിൽ ആ വികസന പ്രവർത്തനം നടത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ റോഡുകളൊക്കെ, നമ്മുടെ ഈ പറയുന്ന ഇടറോഡുകൾ, അതായത് കുമളി റോഡ്, അതുപോലെ തന്നെ പരശുരാമൻ കോവിൽ റോഡ് അടക്കമുള്ള റോഡുകളുടെ വലിയൊരു വികസന പ്രവർത്തനം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഈ മണ്ഡലം. അതുപോലെ തന്നെ നമ്മുടെ നേമ ഹോസ്പിറ്റൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള സർക്കാരിൻ്റെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ, നമ്മുടെ MLA മന്ത്രിയുമായ ശിവൻകുട്ടി സഖാവിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു വികസന പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. ഇതുവരെ ഇല്ലാത്ത വികസന പ്രവർത്തനമാണ് നമ്മുടെ ഈ നേമം മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നിട്ടുള്ളത്.
ജനങ്ങൾക്ക് ഇടയിൽ ഈ വികസന പ്രവർത്തനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ അത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സർക്കാർ ചെയ്യുന്ന വികസനങ്ങൾ ജനങ്ങളിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഒരുപാട് നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ മണ്ഡലത്തിനുള്ളിൽ അത് നമ്മൾ പോയി കണ്ടാലേ അതറിയാൻ സാധിക്കത്തുള്ളൂ. അത്തരത്തിലുള്ള വികസന പ്രവർത്തനം നമ്മളെ ഈ റോഡുകളൊക്കെ തന്നെ ഇടറോഡ്, അതുപോലെ തന്നെ പനത്തുറ റോഡടക്കമുള്ള നിരവധി കാര്യങ്ങൾ നമ്മളെ മണ്ഡലത്തിനുള്ളിൽ നിരവധി കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ താഴെ ഇറങ്ങി ഈ വാട്ടർ സ്കൂളിൻ്റെ താഴെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും അവിടെ നേരത്തെ വഴി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ റോഡിൽ. പക്ഷേ അതിന് 21 ലക്ഷം രൂപ അടിയന്തര പ്രാധാന്യത്തോടുകൂടി അനുവദിച്ച് അവിടെ കലുങ്ക് കെട്ടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യാൻ നമ്മുടെ MLAക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വികസനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ റോഡ്, അതായത് നമ്മുടെ കുമളി റോഡ് അടക്കമുള്ള അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ പരശുരാമൻ കോവിൽ, അതുപോലെ ഒപ്പാനമടം വരെയുള്ള റോഡിൻ്റെ വികസനം, അതുപോലെ തന്നെ ഈ നമ്മുടെ ഹോസ്പിറ്റലുകളുടെ വികസനം, നിയമം അടക്കമുള്ള ശാന്തിവിള ഹോസ്പിറ്റലടക്കമുള്ള അതിൻ്റെ വികസനം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ മേഖലയിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ആ ക്ഷേമ പെൻഷൻ്റെ വർധന വന്നതോടുകൂടി ഒരുപാട് നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ അതിനെ ആശ്രയിക്കുന്ന രീതി അത് തന്നെ മാതൃകാപരമാണ് നമ്മുടെ നാട്ടിൽ. മറ്റൊരു സംസ്ഥാനത്തും കിട്ടാത്ത അത്തരത്തിലുള്ള വികസന മാതൃകയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ കാലങ്ങളിൽ പല സർക്കാരുകൾ ഇരുന്നെങ്കിലും പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടിരിക്കുന്ന സർക്കാർ ചെയ്തതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേറൊരു സർക്കാരിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കൂളിൻ്റെ ഭക്ഷണ മെനു അടക്കം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചിരുന്നവരാണല്ലോ. പക്ഷേ അന്ന് നമുക്ക് പാഠപുസ്തകം പോലും കൃത്യമായി കിട്ടാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം, നമുക്ക് കഞ്ഞിയും പയറും ഇതൊക്കെ നമുക്ക് സർവ്വസാധാരണമായി നമുക്ക് കിട്ടാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൻ്റെ മെനു മാറി കുട്ടികൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുവാൻ നമ്മുടെ സർക്കാരിന് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ കേരള സംസ്ഥാനത്ത് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ വിദ്യാഭ്യാസം തന്നെ മുരടിക്കുന്ന രീതിയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സംസ്ഥാനം എന്തുകൊണ്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലടക്കം വികസനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഇച്ഛാശക്തി തന്നെയാണ്. കഴിഞ്ഞ 10 വർഷം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയായിട്ടുള്ള ഇടപെടൽ കാരണം തന്നെയാണ് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളും മറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് സർക്കാരിന് ശക്തി. അത് എല്ലാവരുടെയും ജനങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആണ് നടത്തേണ്ടത്. നിയമമണ്ഡലത്തിൽ ആരോഗ്യ രംഗത്ത് പറഞ്ഞതുപോലെ നമ്മുടെ ഈ നിയമം ശാന്തിവിള ഹോസ്പിറ്റൽ അടക്കമുള്ള ഹോസ്പിറ്റലുകളുടെ വികസനം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ ആരോഗ്യ കേന്ദ്രങ്ങൾ, നമ്മുടെ വാഴമുട്ട അടക്കമുള്ള ആരോഗ്യ കേന്ദ്രം, അതുപോലെ തന്നെ തിരുവല്ലം ആരോഗ്യ കേന്ദ്രം അടക്കമുള്ള ആരോഗ്യ കേന്ദ്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ MLA എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹമാണ് നമുക്ക് ഈ മണ്ഡലത്തിൽ നമ്മുടെ MLA നമ്മുടെ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി സാർ വന്നത് ഏറ്റവും അനുഗ്രഹമായി തന്നെ ഞങ്ങൾ കാണുന്നു. കാരണം അത്രയ്ക്ക് ഈ 5 വർഷം കൊണ്ട് സഖാവിൻ്റെ ഭാഗത്ത് നിന്ന് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് തന്നെ നമുക്കറിയാം, നമ്മുടെ കോവിഡ് കാലത്ത് നമ്മുടെ സന്നദ്ധ സംഘടനകളും അടക്കമുള്ള കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് സർക്കാർ അത് കമ്മ്യൂണിറ്റി കിച്ചൺ അടക്കം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജനങ്ങളിലോട്ട് അവർ ബുദ്ധിമുട്ടണ്ട എന്ന് കരുതി ആ ജനങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്തത് സർക്കാർ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നടത്തുവാൻ ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ. ഈ വികസന നേട്ടങ്ങളെല്ലാം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും എന്നതിൽ സംശയമില്ല.